ഈ സിനിമ മൊത്തമായിട്ട് ഒറ്റപ്പാലത്താണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ആംബിയൻസ് വേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ ചിലപ്പോൾ ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പുറത്തു പോകും. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു സിനിമയല്ല ഇത്. തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ ഈ ഓണത്തിന് നിങ്ങളെ എല്ലാവരെയും തിയേറ്റേഴ്സിലേക്ക് ഞാൻ ക്ഷണിക്കും. തൃപ്തിയില്ലാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ട വരില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഗ്യാരണ്ടി തരുന്നു. ഈ ഓണാഘോഷം ഒരുമിച്ച് ആഘോഷിക്കാൻ ഇവിടെ ഇങ്ങനൊരു വേദി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കിഷ്കിന്ധകാനം ടീമിന്റെ വക ഒരു കുഞ്ഞു ഓണ സമ്മാനം. പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ പലപ്പോഴും ഈ ചതി ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഓണപ്പാട്ട് അപർണ ബാലമുരളി നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരുന്നു. അപ്പോ ഞങ്ങൾ ഇവിടെ വരാൻ പറ്റിയതിൽ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഓണാഘോഷം, നിങ്ങളുടെ ഓണാഘോഷത്തിന് ഞങ്ങളെ ക്ഷണിച്ചതിലും പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. അപ്പോ പേര് മറക്കണ്ട, കിഷ്കിന്ധകാനം. താങ്ക് യു. സ്വാഗതം ചെയ്യാണ് കൃഷ്ണ സാറിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ ബാലകൃഷ്ണൻ പ്ലീസ്. നമ്മുടെ കിഷ്കിന്ധകാനം മൂവിയിൽ അഭിനയിച്ച മറ്റൊരു ആക്ടർ തന്നെയാണ്. ഈ മുഖമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ്. ഈ ഒരു പടത്തില് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി പോവാണ്. റൈറ്റ്? യെസ്, അപ്പൊ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ തിരുവനന്തപുരത്തുകാർ തന്നെയാണ്. റൈറ്റ്? അപ്പൊ തിരുവനന്തപുരത്തോട് പറയാനും ഒരുപാടധികം കഥകളും എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഉണ്ട്. പ്ലീസ്. എന്റെ തലസ്ഥാനം, അതായത് ഞങ്ങളുടെ തലസ്ഥാനം, ഈ തലസ്ഥാനത്ത് ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ഓണാഘോഷത്തിലും പലതായി ബാക്കിലൊക്കെ ഞങ്ങൾ പരിപാടി കാണാൻ വന്നതെന്ന് ഞാൻ ഈ ഉത്രാടത്തിൽ എന്റെ സൂപ്പർ ഹിറ്റ് സിനിമ കിഷ്കിന്ധകാനത്തിന്റെ പരിപാടിക്ക് ഇവിടെ വന്നതിലാണ് വലിയ സന്തോഷം. നമസ്കാരം. എന്റെ സന്തോഷം അതല്ല, കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ യൂണിഫോമിലൂടെ ഡ്യൂട്ടി ചെയ്യായിരുന്നു. ഞാൻ പോലീസുകാരനാണ്, ഇവിടെയുള്ള ആൾ തന്നെയാണ്. എല്ലാ ഓണത്തിനും ഇവിടെ സ്ഥിരം പരിപാടിക്ക് ഡ്യൂട്ടി എടുക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയറാൻ പറ്റിയൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഈ പറഞ്ഞ ഒരു രഹസ്യം പറഞ്ഞോട്ടെ, ഈ പടത്തിൽ ആദ്യത്തെ ഷോട്ട് വെച്ച് എനിക്കാട്ടോ അതിന്റെ ഐശ്വര്യം പടത്തിലുണ്ടായിട്ടുണ്ട്. അതിന്റെ സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഐ ആം ഹാപ്പി ഓണം. ഈ ഇതുപോലത്തെ ഒരു പടത്തില് ഭാഗമാകാൻ പറ്റിയത് വലിയ അനുഗ്രഹമാണ്. ശരിക്കും ഞാൻ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളല്ല. ആസിഫിനൊക്കെ നന്നായിട്ട് അറിയാം. ആസിഫിന്റെ ആദ്യത്തെ പടം മൃദു എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞാൻ. പിന്നെ എങ്ങനെയോ സിനിമയുടെ മുമ്പിലേക്ക് വന്നതാണ്. അതുപോലെ ഇതുപോലത്തെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. ഇത് ആസിഫൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുന്നില്ല. ഈ സിനിമ ഇത് തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഈ ഒരു സിനിമയുടെ പല പല കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു മസ്റ്റാണ് ഇത്. അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു.